ഇന്ന് സൺഡേ ആയിട്ട് വീട്ടിൽ ഡിമാൻഡ് ചെയ്തത് ചിക്കൻ മന്തിയായിരുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കിയില്ല. ആ ജീരകവും പെരുംജീരകവും കൊറിയാൻഡർ സീഡ്സും പെപ്പറും പട്ട ഗ്രാമ്പും പിന്നെ നമ്മുടെ ജാതിപത്രിയും പൊടിച്ചെടുത്ത് നമ്മുടെ മന്തി മസാല റെഡിയാക്കി കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് നമ്മുടെ മന്തി മസാലയും റെഡ് ചില്ലി പേസ്റ്റും നാരങ്ങാ നീരും ആ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പിടാൻ മറന്നു എന്നുള്ളത് ഓർത്ത് അതും കൂടി ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് അവനെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. എന്നിട്ട് നമ്മുടെ മന്തി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പോട്ടിലേക്ക് കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ച് സവാളയൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചതച്ച പച്ചമുളകും മന്തി മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയും നമ്മുടെ മാഗിക്യൂബും ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത്രയും നേരം അവഗണിച്ച് മാറ്റി നിർത്തിയ ആ ഒരു ടൊമാറ്റോ പ്യൂരിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അവൻ ആ ദേശത്തിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ അകത്തോട്ടിട്ട് അവനെ ഒന്ന് തണുപ്പിക്കാം. തണുക്കുന്ന രക്ഷയില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് കുറച്ച് മല്ലിയിലയും മെതറി അവനെ ഒന്ന് മൂടി വെക്കാം. ഇപ്പൊ എന്തായി? നമ്മുടെ ചിക്കനോടൊപ്പം എല്ലാരും ഒന്നിച്ചില്ലേ? എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി കുറച്ച് നേരത്തേക്ക് ഇവരെ ഒന്ന് പിരിക്കാം. ഏകദേശം 2.5 ഗ്ലാസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് സോക്ക് ചെയ്ത് തൻ്റെ ഊഴത്തിനായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ബാസ്മതി റൈസിനെ ചേർത്ത് ഒന്നിളക്കി മൂടി വയ്ക്കാം. ഇവനൊന്ന് തിളച്ച് കഴിയുമ്പോൾ ചൂടാവാതെ മാഷെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താഴെ ഒരു ദോശക്കല്ല് വെച്ച് മൂടി 15 മിനിറ്റ് നേരത്തേക്ക് ദം ചെയ്ത് എടുക്കാം. നമ്മളെ ഒന്നും ഒരു മൈൻഡില്ലല്ലോ എന്ന് വിചാരിച്ച് മുഖവും വീർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനിലോട്ട് ഒരു സിമ്പിൾ പെരി പെരി മസാലയും ഉണ്ടാക്കി അവനെ അതിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് മുക്കിയെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. മസാല വേറെ ഒന്നുമല്ല, കുറച്ച് പാപ്രിക്ക പൗഡറും ഗരം മസാലയും ചില്ലി പൗഡറും ഓയിലും ഫ്രഷ് ക്രീമും പിന്നെ ബാക്കി വന്ന കുറച്ച് ചിക്കൻ സ്റ്റോക്കും. എത്രയൊക്കെ കറികൾ ഉണ്ടാക്കിയാലും ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് വേറെ ലെവൽ ഒരു ഫീലിംഗ് തന്നെയാണല്ലേ. ആ ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിൻ്റെ മേളിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് സ്കാർ ഉണ്ടല്ലോ, എൻ്റെ മോനെ കഴിച്ചു നോക്കാൻ തന്നെ എന്താ ടേസ്റ്റ്. കരിഞ്ഞു എന്നൊക്കെ ആൾക്കാർ വേണമെങ്കിൽ പറയും, ആരും വിശ്വസിക്കരുത്. അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ മന്തിയുടെ കൂടെ ടൊമാറ്റോ ചട്നിയും മയോണൈസും എന്ന് പറയുന്നത് നമ്മുടെ ബോബനും മോളെയും പോലെ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതും ഉണ്ടാക്കി. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ കഥാനായകനും നായികയും, അതായത് പെരി പെരി ചിക്കനും മന്തി റൈസും, കൂടെ കഥാപാത്രങ്ങളായി ടൊമാറ്റോ ചട്നിയും വെള്ള മയോണൈസും.